ഒരു സാധനം കാണിച്ചു തരട്ടെ. ടാ ഇത് ഞങ്ങളുടെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ. ഈ മെസ്സ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇതാ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഈ ഒരു ബാൽക്കണീൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. മിനിമലായിട്ടാണ് ഞാൻ ചെയ്യണേ, സോ ദാറ്റ് എനിക്ക് ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന്. ഞാൻ ഇവിടെ എപ്പോഴും കുറേ പ്ലാന്റ്സ് എടുത്ത് വെക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴത്തേക്കും അതങ്ങ് കരിഞ്ഞു പോകും. ഇവിടെ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം അവിടെ കൊണ്ട് ഡംപ് ചെയ്തു. അപ്പം അങ്ങനെ ആകെ മൊത്തം മെസ്സായി. ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നും കൂടെ സെറ്റാക്കാമെന്നുള്ളത്. ഇതിനിടയ്ക്കും ക്ലീൻ ചെയ്യാൻ പോയതാണ്. പക്ഷെ കറക്റ്റ് ആ സമയത്ത് അതിന് മേലെ കടന്നലിൻ്റെ കൂടുണ്ടായിരുന്നു. അപ്പം കയ്യിൽ തന്നെ വന്ന് കുത്ത് കിട്ടി എനിക്ക്. പിന്നെ അതങ്ങനെ മുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ ഒരു വീക്കെൻഡ് ഞാൻ വിചാരിച്ചു എന്തായാലും ഏട്ടനും ഉണ്ട് ഹെൽപ്പിന്, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണുമ്പം കുറേ മെസ്സിയായി തോന്നുമെങ്കിലും അധികവും കരിഞ്ഞ ഇലകളും ഉണങ്ങിയ ഇലകളും മണ്ണും ഒക്കെയാണ്. പിന്നെ ഇച്ചിരി എക്സ്ട്രാ സാധനങ്ങൾ അവിടെ സൈഡിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം അടിച്ചു വാരി ഇല വേറെ മാറ്റി ഓരോ സാധനങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ നന്നായിട്ടൊന്ന് അടിച്ചു വാരി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴ സമയത്ത് എനിക്ക് ആക്ച്വലി ഇവിടെ വന്ന് നിൽക്കാനോ ഇരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മഴ സമയം നല്ല രസമാണ്. വെയിലുള്ളപ്പം നല്ല വെയിലും അടിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാം ചെടികളൊന്നും വെക്കാൻ പറ്റില്ല, നോക്കി വെക്കേണ്ടി വരും. വെയിലൊക്കെ ഇഷ്ടമുള്ള ചെടികൾ ഇവിടെ വെക്കുമ്പോൾ നന്നായിട്ട് പൂവൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി സെറ്റ് ചെയ്യണം. ഇത് ആക്ച്വലി ക്ലീനിങ് ഒരു ദിവസമാണ് നടന്നത്, ഈ ക്ലീനിങ്. പിന്നെ ഞാനിവിടെ സെറ്റാക്കിയത് വേറെ ഒരു ദിവസമാണ്. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു, വേറെ കാര്യങ്ങളുടെ പിന്നാലെ പോയി. നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകാം, കാരണം മണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ ഒരു റീഡിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ പോലെ അറേഞ്ച് ചെയ്യാമെന്നാണ്. പ്ലാന്റ്സ് വെക്കുന്നുണ്ട്, പക്ഷേ കുത്തി നിറയ്ക്കുന്നില്ല. അങ്ങനെ 2 സ്റ്റാൻഡ് വെച്ച് പ്ലാന്റ്സ് വെക്കുകയും പിന്നെ ഒരു ചെറിയ ടേബിളും പിന്നെ ഇരിക്കാനുള്ള ഒരിതും കൂടെ വെക്കുക എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അധികം ചെയ്യുന്നില്ല, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞപ്പം സംഭവം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റാൻഡ് വെക്കുന്നുണ്ട്. 2 വെക്കുന്നുള്ളൂ. ഈ സ്റ്റാൻഡ് ഞാൻ ആമസോണിലാണ് വാങ്ങിയത്. ഈ വീഡിയോയിൽ കാണുന്ന സാധനങ്ങളൊക്കെ അത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് ഞാൻ, കാരണം എനിക്കും അറിയില്ല എങ്ങനെ ഏതൊക്കെ പ്ലാന്റ്സ് വെച്ചാലാണ് ശരിയാവാന്നുള്ളത്. പിന്നെ ഈ സെറാമിക് പോട്ട് ഇനി ഓഫറിലുള്ളപ്പം വാങ്ങിച്ചതാട്ടോ. നല്ല ഭംഗിയുള്ള നല്ല ഇതാണ്. 250 സംതിങ് ആയിട്ടുള്ളൂ ഇതിന്. അതേപോലെ ഇത് വൈറ്റ് പോട്ട്സ്, ഇത് പ്ലാസ്റ്റിക് പോട്ട്സ് ആണ് കേട്ടോ.
അപ്പോൾ ചെടികൾ സെറ്റായി. ഇനി ഒരു ടേബിളാണ്. ഇതിനെ ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റൂൾ എന്ന് പറയാം. ചെറിയൊരു സംഭവമാണ്. പക്ഷേ എന്താ പറയുക, ഞാനിത് യൂസ് ചെയ്യാറാകെ വിഷുക്കണി വെക്കാനായിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യാറ് ഞാൻ. അല്ലാത്ത സമയത്ത് ഉള്ളിലിരിക്കുകയാണ്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇരിക്കാനായിട്ട് ഇതാ ഈ ഒരു കുഷ്യന്. ഇതും ഇതിന്ന് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചെടികൾ ഞാൻ മാറ്റി മറിച്ചുകൊണ്ടിരിക്കും. കാരണം അതിങ്ങനെ വേറെ വേറെ ഓരോന്നും വെച്ച് സെറ്റാക്കി നോക്കണം. എനിക്ക് അധികം ഫ്ലവറിങ് പ്ലാന്റ്സ് വെക്കണം എന്നാണ് ഇവിടെ ആഗ്രഹം. അപ്പം ബൊഗൈൻവില്ലയൊക്കെ ആയിക്കഴിയുമ്പം ഇങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ ഓരോ സമയത്ത് ഞാൻ ഈ സ്പേസ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനത് ഇൻസ്റ്റയിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യാനായിട്ടുള്ള എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഇവിടെ കൊടുക്കാമേ. ചെയ്യാത്തവർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. സോ ഇനി നമുക്കൊരു ചായ കുടിക്കാം ഇവിടെ ഇരുന്ന്. ഇന്നിപ്പോൾ പിന്നെ മഴയില്ല, നല്ല വെയിലാണ്. സോ എന്തായാലും ചായ കുടിച്ച് ഒരു ബുക്കൊക്കെ വായിച്ചിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ മിനിമൽ ആയിട്ടുള്ള ബാൽക്കണി ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അല്ലെങ്കിൽ ബാൽക്കണി ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണേ. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.